ഹായ് ഗൈസ്, അപ്പൊ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇന്നാണ് കേട്ടോ എനിക്ക് എക്സാം. ഞാൻ ഒറ്റയ്ക്കാട്ടോ വന്നിട്ടുള്ളത്. ഇത് താഴെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പാർക്കിംഗ്. ഞാനിവിടെ എത്തിയത് ഒരുപാട് നേരത്തെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും നേരെ പോയി നമ്മുടെ വെയിറ്റിംഗ് റൂമിലോട്ടാണ് കേട്ടോ. കുറച്ച് സമയം അവിടെ ഇരുന്ന് ക്ലാസ് എല്ലാം കണ്ടിട്ടു. ഇതാണ് കേട്ടോ നമ്മുടെ എക്സാമിന്റെ ഷിഫ്റ്റ് ടൈം വരുന്നത്. അങ്ങനെ എന്തായാലും എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിട്ടു. പോകുന്നാലും വരുന്നാലൊക്കെ ഇങ്ങനെ നോക്കണം. പിന്നെ ഇജാതി കോലത്ത് പോയി നോക്കാണ്ടിരിക്കും. ഇങ്ങനെ സെറ്റ് ആയാലേ പൊടി അടിക്കില്ല കേട്ടോ. എന്തായാലും ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ പോകുന്ന ബീച്ചിലോട്ടാണ് കേട്ടോ. ഈ ബ്ലോക്കിൽ ഞാൻ പെട്ടിട്ട് ഏതാണ്ട് 10 മിനിറ്റ് ആയിട്ട് എപ്പോഴാണോ നമ്മൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുക. അങ്ങനെ ഞാൻ എന്തായാലും നേരെ ബീച്ചിൽ എത്തി. ഇപ്പൊ വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. ഇപ്പൊ സമയം 3 മണി, ഒരു 4 മണി 5 മണി ആവുമ്പോഴത്തേക്ക് നല്ല രക്ഷ കിട്ടും. പിന്നെ ബീച്ചിലെ തീ കട എവിടെ കണ്ടാലും കാന്തം പോലെ അങ്ങോട്ട് പോകട്ടു. എന്തായാലും ഞാൻ നേരെ അങ്ങോട്ട് പോയി. ഇതിലിപ്പോ എന്തെടുക്കുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇത് മുഴുവൻ അങ്ങോട്ട് വാങ്ങിയാലോ എന്ന് തോന്നി. എന്തായാലും ഒരു ഐസർച്ചി കഴിക്കണം, അത് മസ്റ്റാണ്. എന്തായാലും ആദ്യം ഞാനൊരു പപ്പായ കഴിച്ചു. അതിനുശേഷം ഒരു കഷ്ണം തണ്ണിമത്തം കഴിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കൈതച്ചക്കയും കൂടി എടുത്താലും. അങ്ങനെ ഒരു കഷ്ണം അതും കഴിച്ചു. അതിനുശേഷം ഞാനൊരു ഐസർച്ചി വാങ്ങി. ഞാൻ പറഞ്ഞത് മിക്സ് ആയിരുന്നു. സാധാരണ മധുരോട്ട കഴിക്കൽ. ഇത് വാങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മധുരം വാങ്ങിയാൽ മതി. ആ നീനാണെങ്കിൽ എന്തോ ടേസ്റ്റ്. അതും കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളെ കാണും. മൂപ്പര് വരട്ടെ എന്ന് വെച്ചാൽ എല്ലാവരുടെ വന്ന് എന്തോ ഒരു കൂപ്പൺ എടുത്തിട്ട് പൈസ വാങ്ങും. ഇത് തട്ടിപ്പാണ് എന്തോ ആർക്കറിയാം. ആള് മാത്രമല്ല ആളെ പോലെ പൈസ വാങ്ങുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഞാൻ നേരെ പോയി കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടോ. അവിടെ അത്യാവശ്യം തിരക്കാകാൻ തുടങ്ങിട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പോയി. അതിനെ ചെയ്താണ്ട് ചേളനൊരു തീപ്പി. ഈ കാണുന്ന സ്ഥലത്ത് പോകുന്ന വണ്ടി മുഴുവൻ നിർത്തുന്നുണ്ട്. എന്താണെന്ന് അറിയാം, ഞാനൊന്ന് പോയി. ഇതാ കിടക്കണം മണ്ണിൽ ലോറി തൊട്ടില്. പാവത്തിന്റെ മുതലാളി എത്ര നഷ്ടം വന്നിട്ടുണ്ടാവില്ലേ. ആൾക്കാർ തന്നെ വന്നോണ്ട് ആടുന്ന് ഞാൻ നേരെ ബാലുശ്ശേരിക്ക് വിശക്കുന്നുണ്ട്. ബാലുശ്ശേരി ചാണ്ടിന്റെ മുന്നിൽ ചായക്കട. അത് കാണാത്തോണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നു. ആടുന്നാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ നോക്കും. ഫോക്കസ് ഓൺ മീ ഗൈസ്. എങ്ങനെയുണ്ട് എന്തായാലും ഞാൻ അവിടെ പോയി ആദ്യം ഒരു കപ്പ ബിരിയാണി പറഞ്ഞു. ഇതിനാണെങ്കിലോ നല്ല ചൂടുണ്ട്. അത്യാവശ്യം പീസൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഇത് ഹാഫ് ആണ് കേട്ടോ. 50 ഫുള്ളിനാണെങ്കിൽ 100 രൂപ. പോകുന്നവരുണ്ടൊന്ന് കഴിച്ചു നോക്കും, നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ചായ കുടിക്കില്ലെങ്കിൽ ഈ ആംബുലൻസിൽ ഒരു ചായ കുടിക്കാൻ. അങ്ങനെ ഒരു ചായ മാത്രം എങ്ങനെ കുടിക്കാം. ഞാനൊരു ഗ്രീബൂസും പറഞ്ഞു. ഇതിനാണെങ്കിലോ അതിനെക്കാട് ചൂട്. എന്തായാലും ഞാനതും കഴിച്ചു കഴിഞ്ഞ് വണ്ടി എടുത്ത് നേരെ വീട്ടിൽ പോയി. ബാക്കി അടുത്ത വഴി കാണാം. ശരി എന്നാ.